2024 ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പ്രതിപാദിക്കുന്നത്. വരുന്ന ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. മാറി വരുന്ന ഗ്രഹമാറ്റങ്ങളും രാശി മാറ്റങ്ങളും ഒക്കെ തന്നെയാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഫലങ്ങൾ വരുവാൻ കാരണമാകുന്നത്. അപ്പോൾ വരുന്ന ഒരാഴ്ച മേടം രാശിക്കാർക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മേടം രാശിക്കാർക്ക് വരുന്ന ഒരാഴ്ച പൊതുവെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ്. 7 ദിവസത്തിൽ 7 വർഷത്തെ ഫലങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. അത്രയധികം മികച്ച സമയത്തിലൂടെയാണ് മേടം രാശിക്കാർ കടന്നു പോകുന്നത്. ജോലിയിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവാം. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും മികച്ച സാമ്പത്തിക നേട്ടങ്ങളുമെല്ലാം നിങ്ങളെ തേടിയെത്തുന്ന ഒരാഴ്ചയായിരിക്കും ഈ ഡിസംബർ മാസം ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത്. രണ്ടാമത്തെ രാശിക്കാർ എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാർക്ക് 2024 ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ച വളരെയേറെ നല്ല കാര്യങ്ങളും അതിനോടൊപ്പം ചില ബുദ്ധിമുട്ടുകളുമൊക്കെ ഇടകലർന്ന് സംഭവിക്കുന്ന രീതിയിലായിരിക്കും വരുവാൻ പോകുന്നത്. കൂടാതെ ജോലിയിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും. അതുമാത്രമല്ല, ജോലി ആവശ്യത്തിനായി ധാരാളം യാത്രകൾ നടത്തേണ്ടി വരും. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ചെറിയ ചില പ്രതിസന്ധികൾ ഒഴിച്ചാൽ പൊതുവെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത്. മൂന്നാമതായി വരുന്നത് കർക്കിടകം രാശിക്കാരാണ്. നിങ്ങളുടെ ജോലി കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച വരുവാൻ പോവുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ആരോഗ്യത്തെ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സമയമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ 2024 ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ച കർക്കിടകം രാശിക്കാരിൽ വരുവാൻ സാധ്യതയുണ്ട്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ദോഷഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്നു. പ്രതിസന്ധികൾ പലതും വിടാതെ നിങ്ങളെ പിന്തുടരും. പലപ്പോഴും ജോലിയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങളെ പ്രതിസന്ധിയിലാക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ വലിയ നഷ്ടം സംഭവിക്കാം. കാര്യങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എങ്കിലും അതിൽ പ്രതികൂല ഫലങ്ങൾ വർദ്ധിക്കും. അതുപോലെ തന്നെ അടുത്ത രാശിക്കാർ കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ആഴ്ചയിൽ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. എങ്കിലും പോസിറ്റീവ് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവുമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. നിങ്ങൾക്ക് ആരോഗ്യപരമായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുവാനിടയുണ്ട്. അതിനാൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരാഴ്ച സന്തോഷകരമായ മാറ്റങ്ങൾ നിലനിർത്താൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഫലത്തിൽ ഉണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ചെറിയ കാര്യങ്ങളിലൊക്കെ വാക്ക് തർക്കവും കലഹവും ഒന്നും ഉണ്ടാക്കാതെ സൂക്ഷിക്കുക. അടുത്ത രാശിക്കാർ തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അല്ലാത്ത പക്ഷം അത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. പലപ്പോഴും ഉത്തരവാദിത്തം വർദ്ധിക്കുകയും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ ശ്രമിക്കുകയും വേണം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പഠന കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഒരു കഴിവ് തെളിയിക്കാൻ കഴിയും ഈ ഒരാഴ്ച. ആഗ്രഹം പോലെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യാമെങ്കിലും അശ്രദ്ധ പലപ്പോഴും വെല്ലുവിളി നിങ്ങൾക്ക് സൃഷ്ടിക്കും. അതിനാൽ തുലാം രാശിക്കാർ ഈ ഒരാഴ്ച
വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അടുത്ത രാശിക്കാർ വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാർക്ക് പലപ്പോഴും അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് വരുവാൻ പോകുന്നത്. കുടുംബത്തിലെ ജോലി കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാൻ ഇടയാകും. ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനാൽ അതിനെ കൃത്യമായി നിറവേറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി ധനുരാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്ര നല്ല സമയമായിരിക്കില്ല ഈ ഒരാഴ്ച എന്ന് പറയുന്നത്. ഇടപെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി മാറുന്നു. ആരോഗ്യം മാത്രം അല്പം കൂടുതൽ ശ്രദ്ധിക്കണം. സാമ്പത്തികമായി മികച്ച സമയമാണ് ഈ ഒരാഴ്ച. പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ബിസിനസ്സിൽ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും ഈ ഒരാഴ്ച. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുവാൻ ഇടയാകും. ഇനി മകരം രാശിക്കാരെ പറ്റി നോക്കാം. മകരം രാശിക്കാർക്ക് വരുന്ന ദിവസങ്ങൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നു. പലപ്പോഴും ജോലിയിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നു. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണുവാൻ സാധിക്കും. പൊതുവെ അനുകൂല ഫലങ്ങൾ നിറയുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത്. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടമുണ്ടാവാം. അതിനാൽ എന്തുകൊണ്ടും മകരം രാശിക്കാർക്ക് ഈ ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ച ഏറ്റവും നല്ല ഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാർക്ക് അവർ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. എങ്കിലും അതിന് കുറച്ച് കാലതാമസം അനുഭവപ്പെടാം. പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇത്. പല പ്രതിസന്ധികളെയും ധൈര്യത്തോടെ പരിഹരിക്കാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. എങ്കിലും അതിനെയെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങളാൽ കഴിയും. ഇനി അവസാനത്തെ രാശിക്കാർ മീനം രാശിക്കാരാണ്. മീനം രാശിക്കാർ ഡിസംബർ ആദ്യ ആഴ്ചയിൽ ആരോഗ്യം ശ്രദ്ധിക്കണം. കൂടാതെ ചിലവുകൾ വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരവാസ അനുമതി ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് എന്ന് പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ജോലിയിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവാം. എങ്കിലും ബുദ്ധിപൂർവം അതിനെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ വാരഫലത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.